വേലകളുടെ ഒരു സമയമാണ്. ഒരുപാട് വേലകളുള്ള നാടാണ് പാലക്കാട്. രാഷ്ട്രീയ വേലയല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒരുപാട് വേലകളുണ്ട്. നെന്മാറ വേല കഴിഞ്ഞു. ഇപ്പം ഞാനുള്ളത് പുത്തൂർ വേല. അതിന് ആ ക്ഷേത്രത്തിലാണ്, തിരുപ്പുരാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. അവിടെ വേലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ആവശ്യം ഒട്ടും ചോറുന്നില്ല. എല്ലാവരും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ പല രാഷ്ട്രീയ മുഖങ്ങളുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ പേരുകളും ഒക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും അന്തിമമായി ഒരു വിജയമുണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയുന്നില്ല. ശക്തമായ മത്സരം എന്തായാലും പാലക്കാട് നടക്കുന്നു എന്നാണ് ഇവിടുത്തെ പറയുന്നത്. ഒരുപാട് പേരെ പരിചയപ്പെടാം. ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണ് പാലക്കാടിന്റെ ഒരു പൾസ്? പാലക്കാടിലെ രാഷ്ട്രീയം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? ചേട്ടന്റെ പേര്? ശോഭാ സുരേന്ദ്രൻ 100%. ശോഭാ സുരേന്ദ്രനാണ്. ഇത്തവണ ശക്തമായ മത്സരം UDF-ഉം LDF-ഉം ആണെന്ന് പറയുന്നു. ഈ UDF-ഉം LDF-ഉം ഇത്രയും കാലം വളർച്ച മാത്രമേ പക്ഷെ വളർച്ച അവരുടെ വളർച്ചയാണ്, ജനങ്ങളുടെ വളർച്ച ആരുടെ ഇല്ല. അതാണ്. അപ്പോ ഈ 10 വർഷം LDF ഭരിച്ചു. ആ ഭരണത്തെ എങ്ങനെയാണ് വില? LDF നിങ്ങളെ ഇപ്പൊ ജനിക്കുന്ന ഓരോ കുട്ടിക്കും 3.5 ലക്ഷം ഉറുപ്പ്യ കടത്തിലാണ് പോയിരിക്കുന്നത്. ഇപ്പൊ ജനിക്കാൻ പോണ കുട്ടിക്ക് 4 ലക്ഷം കടം. അതുകൊണ്ട് ഇനി എന്താണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇപ്പൊ ആര് വരണം? ആർക്കും വോട്ട് ചെയ്യണ്ട. ആർക്കും വോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത് നിൽക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ അവന് കെട്ടിവെച്ച കാശങ്ങളും കിട്ടും. ആർക്കും വോട്ട് ചെയ്യേണ്ടെന്ന് അരാഷ്ട്രീയവാദമായി പോകും. അതൊക്കെ ലാസ്റ്റ് നിൽക്കുന്നവരുണ്ടല്ലോ അവർക്ക് വോട്ട് ആരോ ഒരാള് ഈ കക്ഷികൾക്ക് പാടില്ല. അവർ ഓക്കെ, ചേട്ടൻ്റെ അഭിപ്രായം? അതന്നെ ഇതേ അഭിപ്രായം എനിക്കും എന്ന് പറയുന്നു. അപ്പം രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രൻ കട്ടക്ക് ഫൈറ്റ് ആണെന്ന് പറയുന്നു. അതിൽ ആർക്കായിരിക്കും ഒരു സാധ്യത? തീർച്ചയായിട്ടും പിഷാരടിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പിഷാരടി പാലക്കാട് നിയമസഭയിൽ കയറും, ഉറപ്പാണ്. ഒരുപാട് അവഹേളനം കേൾക്കേണ്ടി വന്നു, കളിയാക്കൽ കേൾക്കേണ്ടി വന്നു. എല്ലാ പ്രതിബദ്ധതകളും താണ്ടിയിട്ട് പിഷാരടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ പാലക്കാട് നിന്ന് നിയമസഭയിൽ എത്തുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. NMR റസാഖും ശക്തമായ പ്രചാരണ രംഗത്തുണ്ട്. പ്രചരണ രംഗത്ത് പലരും ഉണ്ട്, പക്ഷെ ഒന്നും പ്രധാന ഘടകമല്ല. ഇവിടെ പിഷാരടിയുടെ എൻട്രി ഇപ്പോൾ അവസാന സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ട് പിഷാരടിക്ക് വമ്പിച്ച ഭൂരിപക്ഷമാണ്. മറ്റേത് സ്ഥാനാർത്ഥിയും വിജയപ്രതീക്ഷ വെച്ചോട്ടെ, തെറ്റൊന്നുമില്ല. ആരായാലും വിജയിക്കും തന്നെ പറയാം. യാഥാർത്ഥ്യമായിട്ട് മെയില് അവിടെ പെട്ടി തുറക്കുമ്പോൾ പിഷാരടി എത്ര ഭൂരിപക്ഷം അതാണ് അപ്പോൾ അതീതമായിരിക്കും. അതാണ് പറഞ്ഞത്. അപ്പം കണ്ടോ, രണ്ടുപേരുടെ പേരുകൾ മാറി അഭിപ്രായങ്ങൾ പറഞ്ഞു. ചേട്ടാ, അപ്പൊ ആരാണ്? രമേശ് പിഷാരടി ആണോ അതോ ശോഭാ സുരേന്ദ്രനാണോ NMR റസാഖാണോ? There is no doubt Ramesh Pirati will come. എന്നോട് വൈ Means he will do something for Palakkad. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇനി എന്താണ് നിലവിലെ? അങ്ങനെയാണല്ലോ എല്ലാം. തീർച്ചയായിട്ടും